അപ്പം ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചില്ല. സാധനം എന്ത് ചെയ്തു, ടൈമിങ് പാളി. അതായത് അടുക്കളയിൽ നമ്മൾ എത്താൻ നേരം വൈകി. പുറത്ത് 1-2 പണികളുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ 6:35 40-42 ബാങ്കാണ്. അപ്പം എൻ്റെ മസാല ഇതേപോലെ ഇവിടെ കിടക്കുന്നുണ്ട്. ഒന്നോ മസാലയൊക്കെ കറക്റ്റ് വേവില് വന്നേ ആയിക്കോട്ടെ. മതി. സമൂസന്റെ പോലെ കേൾക്കണ്ടല്ലേ? സൂപ്പർ മറ്റു സാധനമാണല്ലോ. കുടിവെള്ളം വെക്കണ്ടേ? ഇത് വെറും ചിക്കൻ മാത്രം, ഇതൊന്നുമില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ വാങ്ങിക്കണേ. ചീസ് എവിടെ? ചീസ് ഞാൻ എടുത്തരാം. വിട്ട ചീസ് റെഡി. അതിനൊക്കെ നേരം ഉണ്ടാവും വരുത്താന്. അത് ബീഫാണല്ലോ ചീസിന്റെ, അങ്ങനെ ഇട്ടാ മതി. ഇട്ടാ പോരെ? കഷ്ണം കട്ടി ഇട്ടാ മതി. ബിൽറ്റ് ക്വാളിറ്റിന്റെ ഇതിന് പറ്റിയ നേരം. കസേര കൊണ്ടേ കേട്ടോ. ഒറ്റ പേക്ക 35 ഇജും കൂടി എന്നെ കൈവിടല്ലേ നീയാലേ? ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു പ്രതീക്ഷ ഇല്ല മുത്തേ, നമ്മളുണ്ട്. എല്ലാരും എണ്ണം പിടിക്കും. ഫാസ്റ്റാക്കി ജിമ്മിയൊക്കെ നോമ്പൊക്കെ ഏറ്റു. ജിമ്മിക്ക് ഇവലെ കവർ ഇങ്ങനെ ഇല്ലോട്ടോ ചീസ്. ഇങ്ങനെയല്ല ശരിക്കും ചീസ്. അതെ, നിങ്ങൾ ചട്ടി സെറ്റ് ആക്കണ്ടേ? അല്ല, ഇത് പൊയിങ്ങി തിന്നാനല്ലോ അമ്മ, ഇത് ചൂടാക്കണ്ടേ? മതി. ഒന്ന് ഓപ്പോസിറ്റ് നല്ല മക്കളെ സ്പെഷ്യൽ സ്പാനിഷ് ഡിഷ് വരുന്നുണ്ട്. എവിടെ ഇപ്പോ? അവിടെ ഉണ്ടാക്കി വെച്ചിക്കണോ? സ്പാനിഷോ? സ്പാനിഷ് അയ്യാ കട്ട് ചെയ്ത് വേണ്ട, അതിന് നേരെല്ലാം എത്തിക്കണ്ടപ്പാ. എന്താ അറിയാനോ സാധനം ചട്ടിയിടുമ്പോഴേ പൊട്ടും. അടുക്ക് ചീസ് ഇതില്ലെന്നെ വെക്കല്ലേ? കുറച്ച് ചീസ് ആയിക്കോട്ടെ സംഭവം. അടക്ക് ഓടാ. ഞാൻ ഉദ്ദേശിച്ചൊരു ഇതിന്റെ അറ്റത്തെത്തിമ്മ. ടൈമിങ് മാത്രമാണ് ഇതായത്. എല്ലാം റെഡി. പക്ഷെ ടൈമിങ് ഇനിയിപ്പോ എണ്ണയിലല്ലാതെ ഉണ്ടാക്കണമെന്നൊന്നും വാശി പിടിക്കാനും പറ്റൂല. സമൂസ ഉണ്ടോ? ഭാഗ്യം. അതല്ല എന്റെ ഭാഗ്യം, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. മറ്റേത് എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ സമൂസ ഉണ്ടാവില്ലല്ലോ. പൊന്നാര നിഹാല ഇവിടെ വന്നോക്കെ. ഓ നിഹാലെ സിൽക്ക് സുമിതന്റെ ട്രൗസർ പോലെ വെട്ടിക്കണ് ഇപ്പൊ. അതും വ്യത്യാസം നോക്കിട്ടോ. ആ വ്യത്യാസം കാണാൻ എന്തായാലും വ്യത്യാസം ഉണ്ട്. അതിവിടെ സമയമല്ല വിഷയം. 40 ആവാനായി. അത് റെഡി ആയോ? ബാ, സന്തോഷായോ? ചീസൊന്ന് മെൽറ്റ് ആവാല ടൈം കൊടുക്കിട്ടമ്മ. മാരക സാധനം കേട്ടോ. അവസാനം വരെ ഒരു 2 കൂടി എങ്ങനെയെങ്കിലും. സൽമാൻ വേണ്ട, ഇവിടെ ഫുള്ള് മുക്കല്ല. എല്ലായിടത്തും എല്ലാം ഫുള്ള് മുക്കൽ. ഇവിടെ അത്ര മുക്കല്ല. വരോ? അപ്പൊ അസുഖത്തിൽ ഫുള്ള് മുങ്ങും. അങ്ങനെ മുങ്ങാൻ താല്പര്യമില്ല നമുക്ക്.
കാരക്ക എടുത്തിന് നീല ആ നീല അടച്ചുള്ള പാത്രത്തിൽ കാരക്ക എല്ലാരും പ്ലേറ്റ് കൊടുക്കാം ഫയാസെ ബത്തക്ക ഇട്ടില്ല ബത്തക്ക എടുത്തോളൂ ചീസ് നമ്മളിവിടെ ഏറ്റവും സമയം പോണ ഇതിനാട്ടോ ചീസിനോ ചീസ് ഇടാൻ മറന്നു തുറക്ക് വെക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെങ്കിലും ഒക്കെ എന്ത് അത് ഞാൻ ഓണാക്കി അത് നിന്നോട്ടെ കുഴപ്പമില്ല ആ കറക്റ്റ് അല്ലേ സൗണ്ട് ആ ടൈമൊക്കെ പാളി ഒരു പാളലുമില്ല നല്ലോ നന്നായിക്കണം അങ്ങനെ നിക്കല്ലേ 2 ആയില്ലേ സങ്കടാവൂലേ മനുഷ്യന് ഇത് സംഭവിച്ച എന്താ വെച്ചാല് എന്നത്തെയും പോലെയല്ല ഇന്ന് വളരെ ഭയങ്കര ആത്മാർത്ഥതയോട് കൂടി പണിയെടുത്ത ദിവസമാണ്. അവിടുന്ന് വന്നപ്പോ തന്നെ പറഞ്ഞിനി ഇത് എന്നത്തെയും പോലെയല്ല റെഡിയാന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഒക്കെ എഴുതി കണക്കൊക്കെ എഴുതി എന്തൊക്കെ വാങ്ങേണ്ടത് എഴുതി എങ്ങനെ ഉണ്ടാക്കിയൊക്കെ എഴുതിയിട്ട് ആ ലിസ്റ്റൊക്കെ കോളായി അല്ല എന്നാലും 4 കിട്ടി എല്ലാവർക്കും കിട്ടൂലെന്നുള്ളൂ ഇത് പെൽച്ചക്ക് ഉണ്ടാക്കിയാൽ മതി മങ്ങള് പെൽച്ചക്ക് എല്ലാവർക്കും കൊടുത്താൽ മതി ഞാൻ ഉണ്ടാവില്ല എന്നുള്ളു പെൽച്ചക്ക് എന്താ ചിക്കൻ ചെറിയ ഉള്ളി പറ്റൽ മുളകല്ല ചെങ്ങായി വറ്റൽ മുളക് എന്നാലും എനിക്കൊരു എൻ്റെ ഒരു നോളജ് ഇല്ലേ വറ്റലല്ലേ 190 എത്ര സൗണ്ട് 194 ചീസ് അത് വേറെ ഉള്ളതാ എന്ത് പറഞ്ഞതേ ഒന്നും കുഴപ്പമില്ല 2 പ്ലേറ്റ് എടുക്കി സങ്കടായി ഒരു സങ്കടമില്ല എന്തിനാ സങ്കടം നോക്ക് 4 എണ്ണായി 5 എണ്ണായി ഇതിനാ സങ്കടം ഒരിക്ക ചോദിക്കണം ഇത്രയൊക്കെ ഉണ്ടാക്കിക്കണോ ഇല്ല ആ എന്ത് രസം ഇങ്ങനെ ഇതൊക്കെ ചൂടുന്നേ പഠിച്ച് ഇത് കുറച്ചായിട്ട് ഉമ്മച്ചി എന്റെ ടേസ്റ്റ് ആയിക്കൊണ്ട് നീ ആ എന്താ അറിയില്ലല്ലോ നിങ്ങൾ എന്തോട് കാട്ട ഉദ്ദേശിക്കണം ഇങ്ങോട്ട് പറയില്ലല്ലോ അതിന് ഞങ്ങൾ വന്നിട്ടുണ്ടാക്കിയത് സ്പാനിഷ് അപ്പൊ നമുക്ക് സ്പാനിഷ് ഡിഷ് കാണാം അപ്പൊ നമുക്ക് നമ്മളെ സാധനങ്ങൾ കഴിക്കണത് അടുത്ത വ്ളോഗിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മളെ ഡിഷ് ഇവിടെ ഏകദേശം റെഡി ആയിരിക്കാണ് ഇതാ 4 അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ നോമ്പ് തുറവി ഏകദേശം കഴിഞ്ഞു എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു കാരക്കൊക്കെ കുടിച്ചു നോമ്പ് തുറന്നു ഇന്നിവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് സമൂസ ഇവിടെ ഉണ്ട് കോഴിക്കറി പത്തിരി എന്താ എനിക്കെന്താ പറ്റി നൂൽപുട്ട് അയിലോ ചപ്പാത്തി അത് ചപ്പാത്തി അമ്മക്കുള്ളതാണ് പാവങ്ങൾക്ക് ബീഫ് കറി ചപ്പാത്തിയും പിന്നെ കർമൂസ ഉണ്ട് നോമ്പ് അല്ല ബത്തക്ക ഉണ്ട് പിന്നെ സൽമാൻ ഉണ്ടാക്കിയ ഡിഷാണല്ലോ റഷ്യൻ സ്പാനിഷ് ഫൂഫു അല്ല അതെന്താ സൂക്ഷിച്ചോ സ്പാനിഷ് സൂക്ഷിച്ചോ സൽമാൻ ഉണ്ടാക്കിയ ഡിഷാണ് അതായത് സ്പാനിഷിൽ തിന്നുമ്പോ സൂക്ഷിച്ചോ എന്നുള്ളൊരു ഡിഷാണ് ഡിഷ് കുറച്ച് പക്ഷെ കയ്പുണ്ട് എന്തൊക്കെ കുഴപ്പമില്ല അപ്പം ഇന്നത്തെ മെയിൻ ഡിഷ് എന്താ അപ്പൊ ഉമ്മച്ചിന്റെ സാധനം ഉണ്ട് ഇഞ്ചി പുഴുങ്ങിയത് ഉമ്മച്ചി എല്ലാ നോമ്പിനും ഇഞ്ചി പുഴുങ്ങി ഇങ്ങനെ തിന്നും എനിക്കറിയില്ല കൂവന്റെ ഇങ്ങനെ ഒരു കടി അടിച്ചുകൊടുത്ത പവർ സാധനം ഞാൻ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയ സാധനമാണ് ഇതിന്റെ പേരെന്താ നിമിഷം മറന്നോ ഇന്ന് 3 ഇതിന്റെ അടിപൊളി പോയിക്കാണ്ട് മടക്കിയതോ ഇതിന്റെ പേരുണ്ട് വെയിറ്റ് ആയി ആരോടും ചോദിച്ചു നിന്നോടോ എനിക്ക് അത്ര ചീസ് പോക്കറ്റാ